ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നുണ്ടല്ലോ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. രാവിലെ തന്നെ ആട്ടോ പോകുന്നത്. അപ്പം മോളെ ഞാൻ സ്കൂളിൽ പറഞ്ഞയച്ചിങ്ങനെ ഞാനും ഹസ്ബൻഡും മോനും കൂടി ആട്ടോ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ബസ് കയറാൻ പോവുകയാണ്. അപ്പം ബസ് കയറാൻ പോകുന്നിടത്ത് നിർത്തി പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ബസ്സിൽ നിന്നാണ് കേട്ടോ. എൻ്റെ കൂടെ മോൻ്റെ അടുത്തിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ റെയിൽവേ വഴി പോണ ബസ്സാട്ടോ കിട്ടിയിരിക്കുന്നത്. ഫറൂഖ് റെയിൽവേ വഴി പോണ ബസ്. അങ്ങനെ ഞങ്ങളിതാ ഫറൂഖ് അവിടെ എത്തിയിട്ട് ഫറൂഖ് എത്തിയപ്പോൾ അവിടെ ഫറൂഖ് പാലത്തിൻ്റെ അവിടെ നിന്ന് പുഴ എന്ന് വീഡിയോ എടുത്തതാണ്. കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ പുഴ വീഡിയോ എടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ പുഴ വീഡിയോ എടുത്തത് മോനാട്ടോ. മോൻ പറഞ്ഞ് കാണാൻ നല്ല ഭംഗിയുണ്ട് അമ്മയെന്ന് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ബസ് പോവുമല്ലേ, അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തത്. അത് പാലത്തിൻ്റെ മുകളിൽ കൂടെ ബസ് പോകുമ്പോൾ അപ്പോൾ അതാണ് കേട്ടോ അവിടുത്തെ ഇത് കാണുന്ന കമ്പി. അങ്ങനെ പുഴേൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുത്തതെന്ന് പറയാൻ മാനാഞ്ചിറ കേട്ടോ. ഞങ്ങൾ പോകുന്നത് ടൗണിലേക്കാണ്. അപ്പോൾ മാനാഞ്ചിറ ഭാഗത്ത് പിന്നെ മാനാഞ്ചിറ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ അല്ലേ ഓപ്പണിങ് തോന്നുന്നു. രാവിലെ ഇല്ല തോന്നുന്നു അവിടെ ഓപ്പണിങ്. ഉച്ചയ്ക്ക് ശേഷം തോന്നുന്നുണ്ട് ഗേറ്റ് തുറക്കുക. ഇപ്പോൾ കുറേ ആയിരിക്കും ഞാൻ അവിടെയൊക്കെ പോയിട്ട്. അപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ടൗണിലേക്കൊക്കെ പോക്ക് കുറവാട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട്. പരിപാടിക്ക് ഞാൻ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഓണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കലോ കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾക്കൊരു വീട്ടിൽ കൂടെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ടൗണിലേക്ക് പോകുന്നത്. അപ്പോൾ മോളെ കൊണ്ടുവന്നാൽ ഒന്നും നടക്കില്ല. അവൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. അപ്പം പിന്നെ സ്കൂളിലെ ദിവസം നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓളെ സ്കൂളിലാക്കി. മോൻ്റെ സ്കൂളൊന്ന് ലീവാക്കിയിട്ടോ. ഓനെ ഡോക്ടറെയും കാണിക്കാണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അപ്പോൾ ഓന് ഈ അലർജീൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് ഡോക്ടറെ കാണിക്കാണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ടോപ്പ് നോക്കുകയാണ് കേട്ടോ. ഞാൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വിലേൻ്റെ ഒന്നുമല്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു 500 രൂപേൻ്റെ ഉള്ളിലുള്ളൊരു ടോപ്പ് അത്രേ എടുക്കുള്ളൂ. കാരണം അത്രയ്ക്കേ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ സാമ്പത്തികമൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയ എന്തെങ്കിലും വിലേൻ്റെ ഒരു ടോപ്പ് എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. അപ്പം ഞാൻ ആ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞു മോനപ്പം വിശക്കണമെന്നാണ് പിന്നെ ഹോട്ടലിൽ കയറി. ഞാനും ഹസ്ബൻഡും വടയിട്ട് കഴിച്ചു. ഓൻ പിന്നെ ഉള്ളിവട മതി എന്ന് പറഞ്ഞ് അങ്ങനെ മിഠായി തെരു ഞങ്ങളങ്ങനെ കൊണ്ട് നടന്ന് മിഠായി തെരുവിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ഒരു കടയിൽ ഏതെടുത്താലും 30 രൂപയെന്ന്. അപ്പോൾ അവിടെ കയറി ഞാൻ കുറച്ച് അങ്ങനെ പാത്രങ്ങൾ കാണാൻ ഭംഗിയുണ്ട്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ ഞാൻ എടുത്ത ടോപ്പിലേക്ക് ഒരു കാല് വേണ്ടിയിരുന്നു കേട്ടോ. അവിടെയുള്ളതൊക്കെ ഭയങ്കര റേറ്റ്, ഭയങ്കര വില. പിന്നെ ജീൻസൊക്കെ ഇപ്പം പിന്നെ ഞാനത് എടുത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ നോക്കി ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇനി ജീൻസ് ഉണ്ട് അത് ഇടാമല്ലോ വിചാരിച്ചു. ഞാൻ ഇന്ന് മിഠായി തെരുവിൽ വാങ്ങിയ പാത്രങ്ങളാട്ടോ ഇതൊക്കെ. അപ്പോൾ ഏതെടുത്താലും 30 രൂപ. അപ്പോൾ കണ്ടപ്പം വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ. അപ്പം കണ്ടപ്പോൾ കപ്പൊക്കെ കണ്ടപ്പോൾ ഓക്കൊരു ഇഷ്ടം. അവർക്ക് അങ്ങനെയല്ല, എന്തെങ്കിലും കണ്ടാൽ പിന്നെ ഒരു ചെടിച്ചട്ടിയും ഒരു ബോക്സോളം മാലയും വളയൊക്കെട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ബോക്സൊക്കെ അങ്ങനെ എടുത്ത് പിന്നെ ഇതാ ഇതേപോലെ ഒരു പ്ലേറ്റ് 2 പ്ലേറ്റൊക്കെ അങ്ങനെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോകൾ. നിൽക്ക്